ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ടീ കേക്കാണ് ചെയ്യുന്നത്. മുന്നേ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഈ ബേക്കറികളിലൊക്കെ പ്ലെയിൻ ആയിട്ട് ബട്ടർ കേക്ക് അല്ലെങ്കിൽ ടീ കേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബീറ്റർ, ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബീറ്റർ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാവുന്ന. അപ്പോൾ ഇന്ന് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പി കാണാം. ആദ്യം ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുക്കാം. 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് കേട്ടോ. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് അരിച്ചെടുത്താലും നല്ലതായിരിക്കും. ഇനി ഒരു മിക്സി ജാർ എടുക്കാം. ചെറിയ ജാറാണ്. അതിനകത്ത് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ഒരു ചെറിയ സ്പീഡിൽ, ഒന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ്, അതായത് 30 സെക്കൻഡ് നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ച് എടുത്താൽ മതി. മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് പഞ്ചസാര ചേർക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചിട്ട് 1 കപ്പ് അളന്നെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു 1/2 മിനിറ്റ്, അതായത് 30 സെക്കൻഡ് ഇതുപോലെ തന്നെ ഏറ്റവും ചെറിയ സ്പീഡിൽ, ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ച് എടുക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടി വീണ്ടും നമ്മൾ അടിച്ചെടുത്തു. ഇതിനകത്തോട്ട് ഇനി എണ്ണ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് നല്ലതായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ചെറിയ സ്പീഡിലിട്ടിട്ട് തന്നെ ചെയ്യാം. ഒരിക്കലും സ്പീഡ് കൂട്ടരുത്. അപ്പോൾ മുട്ടയും പഞ്ചസാരയും എണ്ണയും കൂടി നല്ലോണം പതപ്പിച്ചെടുത്തു. അത് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഹാൻഡ് ബീറ്റർ കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിൽ ചെയ്ത് കാണിച്ചത്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ മുട്ട കുറച്ചും കൂടി നല്ലതായിട്ട്, നല്ല ക്രീമി ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും കേക്കും അതിനനുസരിച്ച് കുറച്ചും കൂടി സ്പോഞ്ചി ആയിട്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസും പൈനാപ്പിൾ എസൻസും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബട്ടർ കേക്ക് അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിൻ കേക്കിൽ ചെറുതായിട്ടൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടാവും. പൈനാപ്പിൾ എസൻസും കൂടി ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് മാത്രം ചേർത്താലും മതി. ഓക്കെ, അപ്പോൾ ഞാനിന്നിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടിയാണ് ചേർക്കുന്നത്. പക്ഷേ വാനില എസൻസ് മാത്രമാണെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ എസൻസ് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ചേർക്കുന്നത് തന്നെയാണ്. കുറച്ച് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ മതി. ഇനി ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് എടുത്തു വെച്ച മൈദ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഈ മുട്ടയുടെ കൂട്ടിലോട്ട് ചേർത്തിട്ട് ഇളക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒരു ഫോർക്ക്, ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ മൈദ എല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്തു. ഇത് നമുക്കിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ മൈദ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉടനെ തന്നെ ഒരു പാനിൽ 1/2 കപ്പ് പാലെടുക്കുക. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ ബട്ടർ ഫുള്ള് പാലിൽ അലിഞ്ഞ് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവും. അത്രയും മതി. ഈ ചൂട് പാലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം. മൈദ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പാലും ബട്ടറും കൂടി ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ബട്ടർ ഫുള്ള് അലിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മാവിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ചൂട് പാല് ചേർത്തത് കൊണ്ട് കേക്കിന് ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സാധാരണ നമ്മൾ തണുത്ത പാല് അല്ലെങ്കിൽ ചൂട് പാല് ഉപയോഗിക്കരുതെന്ന് പറയും. പക്ഷേ ഈ കേക്കിന് ചൂട് പാല് തന്നെയാണ് വേണ്ടത്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒഴിക്കാം. ഇത് ഞാനിന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒരു പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ
10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നല്ലോണം ചൂടാക്കി അതിൻ്റെ താഴെ ഒരു സ്റ്റീൽ റിങ്ങും വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ കേക്ക് കറക്റ്റ് 25 മിനിറ്റിൽ റെഡിയായി. ഇത് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം പാനിൽ നിന്ന് എടുത്താൽ മതി. കേക്കുകൾ എപ്പോഴും നന്നായിട്ട് ചൂടൊക്കെ മാറി കുറച്ച് സമയം വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ്, ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നത്. ചെറിയതായിട്ടെങ്കിലും ചൂടുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത മുട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം മാത്രം എടുക്കാം. അപ്പോൾ അതേ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. നമ്മൾ ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടീ കേക്ക് റെഡി. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ബേക്കറി ടീ കേക്ക് എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റാണ് ഈ കേക്കിന്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. ഇപ്പോൾ മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഒരു 240 ml ആ ഒരു അളവ് വരുന്ന കപ്പിൽ, സാധാ ഒരു കപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് അളന്നെടുത്ത് ചെയ്യാം. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.